Good evening students. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്ലാസിക് ഇമേജ് പ്രോബ്ലത്തിലെ ഇൻഡ്യൂസ്ഡ് സർഫസ് ചാർജ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇൻഡ്യൂസ്ഡ് സർഫസ് ചാർജിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടിയിരുന്നു. നമ്മൾ എന്നിട്ട് അവിടെ അവസാനം ശ്രമിച്ചത് ഈ ഒരു ബൗണ്ടറിയിൽ ഈ ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്റ്റിംഗ് പ്ലെയിനിലെ ടോട്ടൽ ചാർജ് ഇൻഡ്യൂസ്ഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ നമുക്ക് ക്യൂ ഇൻഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മളൊരു ഏരിയ എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്യൂ ഇൻഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ സിഗ്മ ഡി എന്ന് എഴുതാം. ആൻഡ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ഈ പ്രോബ്ലത്തിനെ റീകൺവെർട്ട് ചെയ്തിട്ട് സിഗ്മ ഓഫ് ആർ തീറ്റ ഈസ് മൈനസ് ക്യൂ ഡി ബൈ 2π ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 എന്ന് എഴുതി. സോ ക്യൂ ഇൻഡ്യൂസ്ഡ് വിൽ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ആർ വേരീസ് ഫ്രം 0 to infinity, കാരണം ഇത് ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ ആണ്. അപ്പോൾ ആറിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമുക്ക് 0 ഇൻഫിനിറ്റി എടുക്കാം. തീറ്റ വേരീസ് ഫ്രം 0 to 2π, then minus qd divided by 2π into r square plus d square whole raised to 3/2 r dr t theta. ഇതിൽ നമ്മൾ തീറ്റ ഇൻ്റഗ്രലിനെ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തു. സോ തീറ്റ ഇൻ്റഗ്രലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ വന്നു, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നു. മൈനസ് ക്യൂ ഡി ബൈ 2π കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ ഇൻ്റഗ്രൽ ആർ വേരീസ് ഫ്രം 0 to infinity r dr r square plus dr. ഈ എക്സ്പ്രഷൻ, ഈ ഇൻ്റഗ്രേഷനെയാണ് നമ്മൾ ഇങ്ങനെ റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ ന്യൂമറേറ്ററിൽ ആർ ഡി ആർ ആണ്. അപ്പോൾ നമുക്ക് ഡി ഓഫ് ആർ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ എന്ന് പറയുന്നത് 2r dr എന്ന് എഴുതാം. സോ ഈ ഇൻ്റഗ്രേഷനെ കൺവെർട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രൽ ആർ വേരീസ് ഫ്രം 0 to infinity ഡി ഓഫ് ആർ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ Q induced will be equal to minus QD, ഈ 2π വെട്ടിപ്പോയി, integral r varies from 0 to infinity d of r square plus d square divided by 2 into r square plus d square whole raised to 3/2 ഇങ്ങനെ എഴുതാം. ആ 2നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് ക്യൂ ഡി ബൈ 2 എന്ന് എഴുതാൻ പറ്റും. മൈനസ് ക്യൂ ഡി ബൈ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് റൈസ് ടു 3/2 എന്നുള്ള ഫോമായി. അപ്പോൾ മൈനസ് ക്യൂ ഡി ഡിവൈഡഡ് ബൈ 2 ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഹോൾ റൈസ് ടു മൈനസ് 3/2 മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 3/2 മൈനസ് 1. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നു. ആർ വേരീസ് ഫ്രം 0 to infinity. So the result will be, ഈ ഇൻ്റഗ്രേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഈസ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. ഈ എക്സ്പ്രഷനാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ക്യൂ ഡി ബൈ 2. ഇവിടെ ഡിനോമിനേറ്ററിൽ മൈനസ് 3/2 പ്ലസ് 1 ആണ്. ഇവിടെ പ്ലസ് 1 ആണ്. മൈനസ് 3/2 പ്ലസ് 1 വരുമ്പോൾ 1 മൈനസ് 3/2 ഈസ് മൈനസ് 1/2. സോ ആ മൈനസ് 1/2 മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് 2 ഇവിടെ വരും. ഇവിടെ റേസ് ടു മൈനസ് 1/2 വരും. അപ്പോൾ നമുക്ക് അതിനെ 1 ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. ആർ വേരീസ് ഫ്രം 0 to infinity. സോ ക്യൂ ഡി ബ്രാക്കറ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആറിന് ഇൻഫിനിറ്റി കൊടുക്കുക. 1 ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 1 ബൈ ഇൻഫിനിറ്റി മൈനസ് 1 ബൈ ആറിന് 0 കൊടുക്കുമ്പോൾ 1 ബൈ ഡി. വൺ ബൈ ഇൻഫിനിറ്റി ഈസ് 0. സോ ഒരു നെഗറ്റീവ് സൈൻ വരും. മൈനസ് ക്യൂ ഡി ബൈ ഡി എന്ന് വരും. റിസൾട്ട് വിൽ ബി മൈനസ് ക്യൂ. ഇതാണ് നമ്മുടെ
കഴിഞ്ഞ വീഡിയോയിൽ അവസാനം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ ഒരു വട്ടം കൂടി ആവർത്തിച്ചു എന്ന് മാത്രം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ചാർജ്. സോ നമുക്കൊരു കാര്യം മനസ്സിലായി, മെത്തേഡ് ഓഫ് ഇമേജസിൽ ഈ ക്ലാസിക് ഇമേജ് പ്രോബ്ലം ചെയ്യുമ്പോൾ ആക്ച്വൽ പ്രോബ്ലത്തിൽ +q ചാർജ് ഒരു ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിനിന് മുകളിൽ d ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു -q ചാർജ് ഈ ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിനിന് ഉണ്ടാവും. അത് നമ്മൾ ഇമേജ് പ്രോബ്ലം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ സ്യൂട്ടബിൾ ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ -q എന്നുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഇമേജ് പ്രോബ്ലം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്തത്. സോ ഈ സെക്ഷനിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്, ഫോഴ്സ് ആൻഡ് എനർജി. ഇങ്ങനെയുള്ള ഇമേജ് പ്രോബ്ലത്തിൽ നമ്മൾ ഇൻഡ്യൂസ്ഡ് ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫോഴ്സും എനർജിയും എക്സ്പ്രഷനിൽ എന്തെങ്കിലും ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിങ്ങനെ എഴുതാം, ക്ലാസിക് ഇമേജ് പ്രോബ്ലത്തിൽ ഫോഴ്സ് ആൻഡ് എനർജി അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാം. ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു സെക്ഷനാണ്. നമുക്കിപ്പോൾ ആക്ച്വൽ പ്രോബ്ലം എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആക്ച്വൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ ഉണ്ട്, XY പ്ലെയിനിൽ. ഇത് Y, ഇത് X, ഇത് Z. ഇവിടെ ഒരു പോയിന്റ് ചാർജ് Q ഉണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് 0, 0, D ഡിസ്റ്റൻസ്. ഇമേജ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ അതിന് പകരമായിട്ട് ഒരു +q D ഡിസ്റ്റൻസിൽ 0, 0, Dയിൽ +q Z ആക്സിസിൽ വെക്കുന്നു, -q 0, 0, -Dയിൽ നോ കണ്ടക്റ്റിംഗ് പ്ലെയിൻ. ഇതാണ് ഇമേജ് പ്രോബ്ലം. ആക്ച്വൽ പ്രോബ്ലം, ഇമേജ് പ്രോബ്ലം നമുക്കറിയാം. ഇമേജ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇമേജ് പ്രോബ്ലത്തിൽ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ആക്ച്വൽ പ്രോബ്ലത്തിൻ്റെ പൊട്ടൻഷ്യലായിട്ട് ഉപയോഗിച്ചത്. അതായത് ഇമേജ് പ്രോബ്ലത്തിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷനും യൂണിക്നെസ് തിയറം പ്രകാരം ആക്ച്വൽ പ്രോബ്ലത്തിൻ്റെ പൊട്ടൻഷ്യലും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ V of XYZ is same for both problems. And its expression is P of XYZ. നമ്മൾ ഇമേജ് പ്രോബ്ലം ചെയ്തിട്ട് നമ്മൾ ചെയ്തു Q by 1/4πε0 bracket plus Q divided by X square plus Y square plus Z minus D the whole square root of minus Q divided by root of X square plus Y square plus Z plus D the whole square. This is the expression for potential. And V of XYZ is same for both problem. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം രണ്ട് പ്രോബ്ലത്തിൻ്റെയും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ എബവ് Z greater than 0 കണ്ടീഷൻ ഉണ്ട്. Z greater than 0 എന്ന് പറയുന്ന റീജിയനിലാണ് ഇത് രണ്ടും സെയിം ആവുന്നത്. കാരണം Z less than 0 നിങ്ങൾക്ക് ഗ്രൗണ്ടഡ് ഈ ആക്ച്വൽ പ്രോബ്ലത്തിൽ നിങ്ങൾ Z less than 0 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദിസ് സർഫസ് ഈസ് എ ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ. അപ്പോൾ ആക്ച്വൽ പ്രോബ്ലത്തിലെയും ഇമേജ് പ്രോബ്ലത്തിലെയും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ഇഫ് V ഈസ് സെയിം then definitely ഈ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഓൾസോ സെയിം. ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് F is equal to ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് Q into E ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് വിൽ ബി ഓൾസോ സെയിം. കാരണം വിയുടെ എക്സ്പ്രഷൻ രണ്ട് പ്രോബ്ലത്തിലും സെയിം ആണ്. ആക്ച്വൽ പ്രോബ്ലത്തിലും ഇമേജ് പ്രോബ്ലത്തിലും വിയുടെ എക്സ്പ്രഷൻ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇയുടെ എക്സ്പ്രഷൻ ഇ എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. അതുകൊണ്ട് ഈ സെയിം ആണ്. ഈ സെയിം ആണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സും സെയിം ആയിരിക്കും.
അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആക്ച്വൽ പ്രോബ്ലത്തിൻ്റെ ഇലക്ട്രിക് ഫോഴ്സ് കണ്ടുപിടിക്കുന്നതിന് പകരം ഇമേജ് പ്രോബ്ലത്തിൻ്റെ ഇലക്ട്രിക് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഇമേജ് പ്രോബ്ലം നോക്കൂ. ഇമേജ് പ്രോബ്ലത്തിൽ ഒരു പ്ലസ് ക്യൂ ചാർജ് ഡി ഡിസ്റ്റൻസിലുണ്ട്, മൈനസ് ക്യൂ ചാർജ് മൈനസ് ഡി ഡിസ്റ്റൻസിലുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 2D ആണ്. സോ 2D ഡിസ്റ്റൻസിലാണ് ഈ രണ്ട് ചാർജുകൾ നിൽക്കുന്നത്. സോ ഇവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും കൊളൂംസ് ലോ പ്രകാരം. സോ ബൈ കൊളൂംസ് ലോ F will be equal to 1 by 4 pi epsilon naught minus 1 by 4 pi epsilon naught q square divided by 2d the whole square into the direction will be k cap. K cap എന്ന് പറയുന്നത് z direction. അപ്പോൾ minus 1 by 4 pi epsilon naught ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അട്രാക്റ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെയായിരിക്കും, നെഗറ്റീവ് ഡയറക്ഷൻ മൈനസ് കെ ക്യാപ്പിലാണ് നമ്മൾ ഫോഴ്സ് എക്സ്പ്രസ് ചെയ്തത്. ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഫോഴ്സ് കിട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോഴ്സിൽ നിന്ന് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ആക്ച്വൽ പ്രോബ്ലത്തിലെ വർക്ക് ഡൺ, ഇമേജ് പ്രോബ്ലത്തിലെയും വർക്ക് ഡൺ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇമേജ് പ്രോബ്ലത്തിലെ വർക്ക് ഡൺ വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. ഇമേജ് പ്രോബ്ലത്തിലെ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കാം? ഇമേജ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സിസ്റ്റം ഓഫ് two-point charges. So what is the potential energy due to this configuration? നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ രണ്ട് പോയിന്റ് ചാർജുകളുടെ കളക്ഷൻ ഓഫ് പോയിന്റ് ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. W is equal to that simply രണ്ട് ചാർജുകളെ Q1 എന്ന് പറയുന്ന ചാർജും Q2 എന്ന് പറയുന്ന ചാർജും ഉണ്ടെന്ന് വിചാരിക്കുക. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R12 ആണെങ്കിൽ W is equal to 1 by 4 pi epsilon naught Q1 Q2 by R12. ഇങ്ങനൊരു എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ചാർജ് കോൺഫിഗറേഷൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ആ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഇമേജ് പ്രോബ്ലത്തിൽ ഡിസ്റ്റൻസ് R12 എന്ന് പറയുന്നത് ഇവിടെ 2D വരും. സോ വി ക്യാൻ റൈറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ 4 pi epsilon naught q square divided by 2d. This is the expression. Negative sign ഉണ്ടാവും, minus 1 by 4 pi epsilon naught. This is the energy, expression for energy in image problem. So നിങ്ങൾക്ക് നോക്കാം, ആക്ച്വൽ പ്രോബ്ലത്തിലെ ഇത് എനർജി എക്സ്പ്രഷനാണ്. In image problem. So what is the expression for energy in actual problem? Actual പ്രോബ്ലത്തിൽ എന്തായിരിക്കും? ആക്ച്വൽ പ്രോബ്ലത്തിൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ത് വരും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വൽ പ്രോബ്ലത്തിലെ ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ? പൊട്ടൻഷ്യൽ രണ്ട് പ്രോബ്ലത്തിലെയും സെയിം ആണ്. അപ്പോൾ രണ്ട് പ്രോബ്ലത്തിലെയും ഫോഴ്സ് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ സെയിം ആയ കാരണം എനർജി ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും, അതുകൊണ്ട് ഫോഴ്സ് സെയിം ആയിരിക്കും. സോ ആക്ച്വൽ പ്രോബ്ലത്തിലെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 1 ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എത്ര വരും? ആക്ച്വൽ പ്രോബ്ലത്തിൽ
നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ ഉണ്ട്, ഇവിടെ ഡി ഒരു പോയിന്റ് ചാർജ് ഉണ്ട്, ഇവർ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഡി എ വരുള്ളൂ, 2D വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് -1/4πε0 Q² ഡിവൈഡ് ബൈ 2D ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4D² പിന്നെ ഡി വരും. 4D² ഡിയും വെട്ടിപ്പോയി -1/4πε0 Q² ഡിവൈഡഡ് ബൈ 4D എന്ന എക്സ്പ്രഷൻ വരും. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ കിട്ടിയത് -1/4πε0 Q² ബൈ 2D. ഇവിടെ നമുക്ക് കിട്ടിയത് -1/4πε0 Q² ബൈ 4D. ആക്ച്വൽ പ്രോബ്ലത്തിലെ വർക്ക് എനർജി എന്ന് പറയുന്നത് ഇമേജ് പ്രോബ്ലത്തിലെ എനർജിയുടെ പകുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ഇൻകൺസിസ്റ്റൻസി എന്തുകൊണ്ട് വന്നു? ഇങ്ങനൊരു ഇൻകൺസിസ്റ്റൻസി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിനും അതിന് മുകളിൽ ഒരു പോയിന്റ് ചാർജുമാണ് ഇരിക്കുന്നത്. നിങ്ങൾ ആ ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിന് താഴെയുള്ള റീജിയനെ കുറിച്ച് കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ ഇമേജ് പ്രോബ്ലത്തിൽ ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ ഇല്ല, ഡി ഡിസ്റ്റൻസിൽ +Q ചാർജും -D ഡിസ്റ്റൻസിൽ -Q ചാർജും ഉണ്ട്. എന്ന് പറഞ്ഞാൽ Z<0 റീജിയനും കൂടി ഇമേജ് പ്രോബ്ലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് +Z ആക്സിസിൻ്റെയും -Z ആക്സിസിലെയും ഉള്ള ചാർജുകളുടെ ടോട്ടൽ കോൺട്രിബ്യൂഷനായിട്ട് വരും. നിങ്ങൾക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിക്ക് നിങ്ങളൊരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടോ? W = ε0/2 ഇന്റഗ്രൽ ഓൾ സ്പേസ് E² dτ എന്ന് പറയുന്ന എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടോ? ഈ ഓൾ സ്പേസ് എന്ന് പറയുമ്പോൾ ഇമേജ് പ്രോബ്ലത്തിൽ +Z ആക്സിസും -Z ആക്സിസും വരും. എന്നാൽ അതായത് എബവ് ദ കണ്ടക്റ്റിംഗ് പ്ലെയിനും ബിലോ ദ കണ്ടക്റ്റിംഗ് പ്ലെയിനും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ആക്ച്വൽ പ്രോബ്ലത്തിൽ ബിലോ ദ കണ്ടക്റ്റിംഗ് പ്ലെയിൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. സോ വി ഹാവ് ടു കൺസിഡർ ഓൺലി ദ റീജിയൻ എബവ് ദ ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ. അതുകൊണ്ട് തന്നെ എനർജി ഡ്യൂ ടു ദ energy obtained in the actual problem will be less half of the energy obtained in the image problem. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അതായത് ഇമേജ് പ്രോബ്ലത്തിൽ കിട്ടിയ എനർജിയുടെയും ആക്ച്വൽ പ്രോബ്ലത്തിലെ എനർജിയുടെയും എക്സ്പ്രഷൻ മാച്ച് ചെയ്യാത്തതിനുള്ള കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇമേജ് പ്രോബ്ലത്തിലെ റീജിയൻ എന്ന് പറയുന്നത് എബവ് ദ ഗ്രൗണ്ട് എബവ് Z ആക്സ്, അതായത് +Z ആക്സിസും -Z ആക്സിസും കൺസിഡർ ചെയ്യണം. മറ്റേടത്ത് എബവ് ദ ഗ്രൗണ്ടഡ് Z>0 മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നേർപകുതിയായിട്ട് വരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ നമ്മളുടെ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിന് കൊടുത്തേക്കുന്നത്. അതോടുകൂടി സ്പെഷ്യൽ ടെക്നിക് എന്ന് പറയുന്ന ചാപ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പ്രകാരം 4th സെമസ്റ്റർ BSc ഫിസിക്സിൻ്റെ സിലബസ് പ്രകാരം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ മാറ്റർ എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമ്മൾ പിന്നീട് വരും. പുതിയ മെത്തേഡിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും.